സൂറത്തു തൗഹീദ്, തൗഹീദിൻ്റെ സൂറത്താണ്. ഇഖ്ലാസിൻ്റെ തൗഹീദിൻ്റെ സൂറത്താണ്. മക്കിയായ സൂറത്തുകളുടെ പൊതു സ്വഭാവം അതാണ്. എങ്കിൽ കൂടി സൂറത്തു സുമറിൽ വളരെ കണിശമായി തൗഹീദ് പഠിപ്പിക്കുന്ന സൂറത്താണ് എന്ത്? സൂറത്തു സുമർ. ഇഖ്ലാസിനെ കുറിച്ച് ആവർത്തിച്ച് എടുത്തു പറയുന്ന സൂറത്ത്. അൽ ഇഖ്ലാസ് ലില്ലാഹി അസ്സ വജൽ, നിഷ്കളങ്കമായി തൻ്റെ ഇബാദത്തുകളെ, അമലുകളെ അള്ളാഹുവിന് അർപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പശ്ചാത്തലം. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ, അമ്മാ ബഅദ്. ഈ സൂറത്തു സുമറിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഇത് സൂറത്തു തൗഹീദ്, അതായത് തൗഹീദിൻ്റെ സൂറത്താണ്. ഇഖ്ലാസിൻ്റെ തൗഹീദിൻ്റെ സൂറത്താണ്. മക്കിയായ സൂറത്തുകളുടെ പൊതു സ്വഭാവം അതാണ്. എങ്കിൽ കൂടി സൂറത്തു സുമറിൽ വളരെ കണിശമായി തൗഹീദ് പഠിപ്പിക്കുന്ന സൂറത്താണ് എന്ത്? സൂറത്തു സുമർ. സുമർ എന്ന് പറഞ്ഞാൽ കൂട്ടങ്ങൾ, സുമ്രത്ത് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം, അതിൻ്റെ ജമാണ് സുമർ, കൂട്ടങ്ങൾ എന്നുള്ള അർത്ഥം. അത് ഇതിൽ വസീഖല്ലദീന തഖൗ ഇലൽ ജന്നത്തി സുമറ എന്നുള്ള ആ സുമറ എന്നുള്ള പ്രയോഗത്തിൽ നിന്നാണ് സുമർ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഈ സൂറത്ത് ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ സൂറത്തു ഫാത്തിർ, അതേപോലെ തന്നെ സൂറത്തു റഅദ്, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്, അതേപോലെ സൂറത്തു സുമർ, ഇതൊക്കെ പൊതുവിൽ പണ്ഡിതന്മാർ സൂറത്തു തൗഹീദ് എന്ന് വിശേഷിപ്പിക്കുന്ന സൂറത്തുകളാണ്. കാരണം എന്താ വെച്ചാൽ ഇഖ്ലാസിനെ കുറിച്ച് ആവർത്തിച്ച് എടുത്തു പറയുന്ന സൂറത്ത്, ഇഖ്ലാസിനെ കുറിച്ചിട്ട് എടുത്തു പറയുന്ന, അതാണ് അതിൻ്റെ സബ്ജക്റ്റ്. ആ സൂറത്തിൻ്റെ അത് ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് തന്നെ അൽ ഇഖ്ലാസ് ലില്ലാഹി അസ്സ വജൽ, നിഷ്കളങ്കമായി തൻ്റെ ഇബാദത്തുകളെ, അമലുകളെ അള്ളാഹുവിന് അർപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പശ്ചാത്തലം. ഇനി ഈ സൂറത്തിൽ അത് ആരംഭിക്കുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. തൻസീൽ എന്ന് പറഞ്ഞാൽ അൻസല യുൻസിലു തൻസീലൻ, മസ്ദർ എന്നാണ് അതിന് അറബിയിൽ പറയുക. അതിൻ്റെ റൂട്ട് വേർഡാണ് തൻസീൽ എന്ന് പറഞ്ഞാൽ ഇറക്കൽ എന്നർത്ഥം. തൻസീലുൽ കിതാബ്, ആ വേദഗ്രന്ഥത്തിൻ്റെ ഇറക്കൽ, അത് എവിടെ നിന്നുള്ളതാണ്? അത് ഇറക്കിയിട്ടുള്ളത് മീൻ അല്ലാഹിൽ അസീസിൽ ഹക്കീം, അങ്ങേയറ്റം പ്രതാപവാനും യുക്തിശാലിയുമായ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുമാകുന്നു. ഈ സൂറത്ത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം തിർമിദിയും അതേപോലെ തന്നെ നസായിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഹത്ത നഖൂൽ മാ യുരീദു അൻ യുഫ്തിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സുന്നത്ത് നോമ്പുകൾ ധാരാളം എടുക്കും. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഖലാസ് ഇനി എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നോമ്പാവും, ഇനിയിപ്പം നോമ്പ് ഒഴിവാക്കാത്ത ദിവസം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുമാറ് സുന്നത്ത് നോമ്പുകൾ എടുക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ സുന്നത്ത് നോമ്പൊന്നും ഉണ്ടാവില്ല, കുറേ ദിവസം അങ്ങനെ സുന്നത്ത് നോമ്പില്ലാതെ ദിവസങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ വിചാരിക്കാം ഇനി മുതൽ ഇനി സുന്നത്ത് നോമ്പുകളൊന്നും എടുക്കുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കും. അങ്ങനെയുള്ള രണ്ട് രൂപത്തിലുള്ള അവസ്ഥയും ഉണ്ടാകാറുണ്ട്. എന്നിട്ട് പറഞ്ഞു, അവർ പറയണം വകാന യഖറഉ ഫീ കുല്ലി ലൈലത്തിൻ ബനി ഇസ്രായീൽ വസ്സുമർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ രാത്രിയിലും സൂറത്തു ബനു ഇസ്രായീലും അതുപോലെ തന്നെ സൂറത്തു സുമറും പാരായണം ചെയ്യുമായിരുന്നു. ഏതാ സൂറത്ത് ബനു ഇസ്രായീൽ? സൂറത്തുൽ ഇസ്രാ. വെരി ഗുഡ്. സൂറത്തുൽ ഇസ്രാനാണ് സൂറത്തു ബനി ഇസ്രായീൽ എന്ന് പറയുക. കാരണം അതിൽ മാത്രമല്ല, അതിൻ്റെ തുടക്കത്തിൽ തന്നെ ബനു ഇസ്രായേലിയരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ അതിലെ പ്രതിപാദ്യ വിഷയം, സൂറത്തുൽ ഇസ്രാൻ്റെ ആരംഭത്തിൽ തന്നെ. അപ്പം ഈ സൂറത്ത് ബനു ഇസ്രായീലും സുമറും രാത്രി പാരായണം ചെയ്തിട്ടാണ് ആര് കിടക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുക. അപ്പോൾ കിടക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സൂറത്തുകൾ തിരഞ്ഞെടുത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് സൂറത്തുൽ ഇസ്രാ, സൂറത്തു സുമർ, അതുപോലെ തന്നെ നമുക്ക് മറ്റ് ചില ഹദീസുകൾ സൂറത്തുൽ മുൽക്ക്, അങ്ങനെ നമുക്ക് സൂറത്തു സജ്ദ, അതൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. അതെ, അത് പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാ മുഅവ്വിദത്തൈനി, അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ കാഫിറൂൻ,
ഇതൊക്കെ പറയാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ സൂറത്തു സുമറിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നതാണ്. ഒന്ന്, ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആവർത്തിച്ച് പാരായണം ചെയ്യാനുണ്ടായിരുന്ന കാരണങ്ങളിൽ ഒന്ന് ഇത് തൗഹീദിനെ വളരെയധികം സ്പഷ്ടമായി ഉറപ്പിക്കുന്ന സൂറത്താണ്. അതേപോലെ തന്നെയാണ് ആയത്തുൽ കുർസി എടുത്തു നോക്കിയാലും, സൂറത്തുൽ ഇഖ്ലാസ് എടുത്തു നോക്കിയാലും, സൂറത്തുൽ കാഫിറൂൻ എടുത്തു നോക്കിയാലും, സൂറത്തുൽ മുൽക്ക് എടുത്തു നോക്കിയാലും ഒക്കെ ഈ തൗഹീദും ഇഖ്ലാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വളരെയധികം ഊന്നി പറയുന്ന സൂറത്തുകളാണ്. ഇതിൽ തൻസീലുൽ കിതാബ്, ആ വേദഗ്രന്ഥത്തിൻ്റെ ഇറക്കം അള്ളാഹുവിൽ നിന്ന് എന്ന് പറയുന്ന പരാമർശം ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള പരാമർശമാണ് ഒരുപാട് സൂറത്തുകളിൽ. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം എന്നെ വന്നിട്ടുള്ള സൂറത്തുൽ ജാസിയയിൽ, സൂറത്തുൽ അഹ്കാഫിൽ, അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ച സൂറത്ത് ഏതാ? സൂറത്ത് ഗാഫിർ. നമ്മൾ ഈ സൂറത്ത് പഠിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ പഠിച്ചു. പക്ഷെ അവിടെയൊക്കെ ഹാമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം, അതിലൊക്കെ ഹാമീം എന്ന് പറഞ്ഞതിന് ശേഷമാണ് തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം. ഇവിടെ നേരെ എന്താണ്? ഗാഫിറുൽ അസീസിൽ അലീം. ഇവിടെ അഹ്കാഫിൽ ഹക്കീം, അസീസിൽ ഹക്കീം, തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം. അതേപോലെ തന്നെ ജാസിയലും അസീസിൽ ഹക്കീം, ജാസിയലും ഹാമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം. അതേപോലെ തന്നെ നമുക്ക് വിശുദ്ധ ഖുർആനിലെ അനവധി ഇടങ്ങളിൽ وإنه لتنزيل رب العالمين نزل به الروح الأمين على قلبك لتكون من المنذرين بلسان عربي مبين. അങ്ങനെ അനവധി സ്ഥലങ്ങളിൽ ഈ തൻസീലുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്തൊക്കെ ഒന്നുകിൽ തൻസീലും മിനല്ലാഹിൽ അസീസിൽ ഹക്കീം, തൻസീലും മിനല്ലാഹിൽ അസീസിൽ അലീം, അതേപോലെ തന്നെ തൻസീലും മിർ റബ്ബിൽ ആലമീൻ, തൻസീലും മിനർ റഹ്മാനിർ റഹീം, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സൂറത്ത് ഫുസ്സിലത്തിൽ. തൻസീലും മിന അർ റഹ്മാനി അർ റഹീം. അപ്പം ഇതിനെ ഇസ്തിഖ്റാ ചെയ്തിട്ട് പണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തൻസീലുൽ കിതാബ് പറയുന്നിടത്തൊക്കെ അധികവും നമുക്ക് അസ്മാഉൽ ഹുസ്ന കൊണ്ട് അവസാനിക്കുന്നത് കാണാൻ സാധിക്കും. അസീസ് അൽ അലീം, അല്ലെങ്കിൽ അസീസുൽ ഹക്കീം, അല്ലെങ്കിൽ അർ റഹ്മാൻ അർ റഹീം, ഇങ്ങനെ മിനല്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലെങ്കിൽ മിർ റബ്ബിൽ ആലമീൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമവിശേഷണങ്ങൾ അതിനോട് ചേർത്തി പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അത് ആ വിശുദ്ധ ഖുർആനിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം എന്താ? അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യുന്നതമാണ്. അപ്പോൾ അള്ളാഹുവിലേക്കൊരു കാര്യം ചേർത്തി പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കലാമിൻ്റെ മഹത്വമാണ് അതെന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ വചനമാണ് വിശുദ്ധ ഖുർആൻ. അപ്പോൾ അത് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയത് എന്നുള്ളത് തന്നെ അള്ളാഹുവിൻ്റെ വ്യത്യസ്തങ്ങളായ നാമവിശേഷണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത് ആ ഖുർആനിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നതായ ഒരു കാര്യമാണ്. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം ഇന്നാ അർസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. ഇന്നാ അൻസൽനാ, നാം ഇറക്കിയിരിക്കുന്നു, ഇലൈക, താങ്കളിലേക്ക്, അൽ കിതാബ, വേദഗ്രന്ഥം, ബിൽ ഹഖ്, അതായത് സത്യസന്ധമായി അല്ലെങ്കിൽ യഥാർത്ഥ രൂപേണ, ഫഅ്ബുദില്ലാഹ, അതായത് നിസ്സംശയം, ഒരു സംശയമില്ലാത്ത വിധം അല്ലാഹു തആല താങ്കൾക്ക് ഈ വേദഗ്രന്ഥത്തെ, വിശുദ്ധ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, അതുകൊണ്ട് ഫഅ്ബുദില്ലാഹ, ഈ പ്രപഞ്ചത്തിൻ്റെ ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക, മുഖ്ലിസൻ ലഹുദ്ദീൻ, താങ്കളുടെ ആരാധന, താങ്കളുടെ മതത്തെ, ആരാധനയെ അവന് മാത്രമാക്കിക്കൊണ്ട് ആണ് മുഖ്ലിസൻ എന്ന് പറഞ്ഞത്. നിഷ്കളങ്കമായി അതിൽ ആരെയും പങ്കു ചേർക്കാതെ. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേദഗ്രന്ഥത്തെ ഇറക്കി എന്നതും
മുഖ്ലിസൻ ലഹുദ്ദീൻ. രണ്ടും തമ്മിലുള്ള കണക്ഷൻ എന്താ? അതാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യന് ഇഖ്ലാസ് ലഭിക്കാൻ ഏറ്റവും സുപ്രധാനമാണ് അയാൾ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുകയെന്നുള്ളത്, പ്രത്യേകിച്ചും ആരാധനകളിൽ. അപ്പോൾ ഷിർക്കിലേക്ക് പോയ ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരിക്കും? വിശുദ്ധ ഖുർആൻ പഠിക്കാൻ തയ്യാറാകാത്തത്. കാരണം വിശുദ്ധ ഖുർആൻ വേണ്ട രൂപത്തിൽ അവർ പഠിച്ചിരുന്നുവെങ്കിൽ എവിടേക്ക് പോകാൻ സാധിക്കില്ല? ഷിർക്കിലേക്ക് പോകാൻ സാധിക്കും. കാരണം അത്രമാത്രം വചനങ്ങളാണ് ഷിർക്കിൽ നിന്നും അവരെ പിറകോട്ട് നയിക്കുന്നത്. ഇതന്നെ ഇതേ വചനം നമുക്ക് കാണാൻ സാധിക്കും. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ദീനിനെ, ഒരാൾ അയാളുടെ വിശ്വാസത്തെ, അയാളുടെ ആരാധനയെ, മതത്തെ പടച്ച റബ്ബിന് മാത്രമായി നിഷ്കളങ്കമായി അർപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? അള്ളാഹുവിന് ഇബാദത്തെടുക്കണം. അതാണ് ഇന്ന അൻസൽന ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്. ആ ഹക്കുമായി, അവിടെ ബിൽ ഹക്ക് ഒന്ന് വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഹക്കാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്നത് ഹക്കാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിയതിൽ ലാ യഅതീഹിൽ ബാത്തിൽ, അതിലേക്ക് ബാത്തിൽ എന്ത് ചെയ്യൂല? ഒരിക്കലും കടന്നുകൂടുകയില്ല. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും എന്താണ്? ഹക്കാണ്. അതാണ് ബിൽ ഹക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതൊക്കെ അതിൽ ഉൾപ്പെട്ട്. ഒന്ന്, വിശുദ്ധ ഖുർആനിൽ എന്തില്ല? യാഥാർത്ഥ്യമല്ലാത്തതൊന്നും വിശുദ്ധ ഖുർആനിലില്ല. രണ്ടാമത്തത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങി എന്നുള്ളത് എന്താണ്? ഹക്കാണ്, ഹക്കായ കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആ വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നു? ഹക്കായ നേരായ മാർഗത്തിൽ നിലകൊള്ളുവാൻ വേണ്ടിയിട്ട് അവന് സന്മാർഗം കാണിക്കുന്നു. ആ നിലക്ക് അവൻ ആ ഖുർആൻ നൽകുന്ന ആശയവും ഹക്കാണ്. അവന് ഹക്കാണ് ആ ഖുർആനിലൂടെ, അതിറങ്ങിയതിലൂടെ അവന് പഠിപ്പിക്കപ്പെടുന്നത് എന്നർത്ഥം. അപ്പോൾ ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, അള്ളാഹുവിൽ സമ്പൂർണ്ണമായി ഇഖ്ലാസോടുകൂടി നിങ്ങൾ അവനെ ആരാധിക്കുക. അൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ്രാദുൽ മഅബൂദി ബിൽ ഖസ്ദ്. ഇഫ്രാദുൽ മഅബൂദ്, മഅബൂദ് എന്ന് പറഞ്ഞാൽ എന്താ? ആരാധ്യൻ, ആരാധിക്കപ്പെടുന്നവൻ. ഇഫ്രാദുൽ മഅബൂദി ബിൽ ഖസ്ദ്, ഒരാൾ ആരാധന കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അവിടെ പടച്ച റബ്ബിൻ്റെ പ്രീതിയല്ലാതെ മറ്റൊന്നും അവൻ ആഗ്രഹിക്കരുത്. അതാണ് എന്ത്? ഇഖ്ലാസ്. അപ്പം തൻ്റെ ഖസ്ദ് കൊണ്ട്, നീയത്ത് കൊണ്ട്, അതാണ് ഇന്നമൽ അമാലു ബിന്നിയാത്ത്. നീയത്ത് കൊണ്ട് ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ പടച്ചവൻ്റെ പ്രീതിയായിരിക്കണം അവന് നിഷ്കളങ്കമായി ആഗ്രഹിക്കേണ്ടത്. അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അതെല്ലാ കാര്യത്തിലും ഫി കുല്ലി മാ അമറ മിനത്ത് തഖർറുബി ഇലൈഹി, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളിലും ആ ഇഖ്ലാസ് ഉണ്ടായിരിക്കാൻ ഒരാൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. അപ്പോൾ നമ്മളെ ഹൃദയത്തിൽ എപ്പോഴും ഒരു നന്മ ചെയ്യുമ്പോൾ, ഒരു ഇബാദത്ത് ചെയ്യുമ്പം ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ എന്നുള്ളത് നമ്മളെ ഈ സൂറത്തു സുമറിലെ വാക്ക് എപ്പോഴും നമ്മളെ ഹൃദയത്തിലുണ്ടാവണം. ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ, നീ ഇഖ്ലാസോട് കൂടി പടച്ചവന് ഇബാദത്തെടുക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം എന്താ? മുമ്പത്തെ പോലെയല്ല. ഇന്നിപ്പോൾ എല്ലാം പബ്ലിക്കാണ്. അതായത് ഒരു പബ്ലിക് എക്സ്പോഷർ ഭയങ്കരമായിട്ട് കൂടി. അപ്പം സ്വാഭാവികമായിട്ടും ഇബാദത്തെടുക്കുന്ന മറ്റൊക്കെ എല്ലാവരും കാണും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരാൾ ഇഖ്ലാസ് എപ്പോഴും തജ്ദീദ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സ്വയം ആ ഇഖ്ലാസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നർത്ഥം. എന്നിട്ട് പറയണം അലാ ലില്ലാഹി, നോക്കൂട്ടോ ഇതിൽ ഇഖ്ലാസിൻ്റെ ആവർത്തനം നോക്കേ. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അലാ ലില്ലാഹ്, അള്ളാഹുവിന് മാത്രമല്ലയോ അദ്ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായ യാതൊരാളെയും പങ്കുചേർക്കാത്ത കളങ്കമില്ലാത്ത ഒരു മനുഷ്യൻ്റെ ഇബാദത്ത്, ആരാധന. അവിടെ ആരാധന അവൻ്റെ മതം, വിശ്വാസം എന്നൊക്കെ പറയാം. ദീൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയൊരു വേർഡാണ്. ആരാധനക്ക് ഉപയോഗിക്കുക, അവൻ്റെ വിശ്വാസത്തിന് ഉപയോഗിക്കാം, മതം എന്നുള്ളതിന് ഉപയോഗിക്കുക, ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പദമാണ് എന്ത്? ദീൻ. അപ്പോൾ തൻ്റെ ദീനിനെ,
അതായത് പടച്ചവൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുക എന്നുള്ള തൻ്റെ മതത്തെ, ദീനിനെ സമ്പൂർണമായി പടച്ച റബ്ബിന് മാത്രം അർഹിക്കുന്നതല്ലയോ? അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, അന അഗ്ന ശുറകാഇ അനി ശിർക്കി. അള്ളാഹു അവനിൽ ആരെങ്കിലും പങ്കു ചേർക്കപ്പെടുന്നതിനെ യാതൊരർത്ഥത്തിലും അതിന് യാതൊരു ആവശ്യവുമില്ലാത്തവനാണ്. അതായത് പടച്ച റബ്ബിന് ഒരു കാര്യത്തിൽ ഒരു പങ്കുകാരുടെയും എന്തില്ല, ആവശ്യമില്ലാത്തവനാണ്. അപ്പം മറ്റൊരാളെ ആശ്രയിക്കേണ്ടതില്ലാത്തതിൽ ഏറ്റവും ഉന്നതിയിലുള്ളവനാണ് ആര്? അല്ലാഹു തആല. അങ്ങനെയുള്ള റബ്ബിൽ അവനൊരാളെ ആശ്രയിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ എന്തായിരിക്കും? ഏറ്റവും വലിയ അനീതിയും അക്രമവും ആയിരിക്കും. കാരണം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് മറ്റൊരാളെ ആശ്രയിക്കുന്നു അല്ലെങ്കിൽ അവന് പങ്കുകാരുണ്ട് എന്നുള്ളത് ഒരാൾ പറയുകയാണെങ്കിൽ വളരെയധികം ഗുരുതരമായ പാപമായിരിക്കും അത്. അതുകൊണ്ടാണ് മൻ അമില അമലൻ അശ്റക ഫീഹി മഇയ ഗൈരി തറക്തുഹു വശിർക്കഹു. ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ആരെങ്കിലും ഒരു കർമ്മം എന്ത് ചെയ്ത് അള്ളാഹു തആലക്ക് വേണ്ടി അയാൾ ചെയ്തു, പക്ഷെ അതിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരാളെയും അയാൾ എന്ത് ചെയ്തു, പങ്കു ചേർത്താൽ അവൻ അനുഷ്ഠിച്ചതും അവനെയും അവൻ്റെ ഷിർക്കിനെയും അള്ളാഹു തആല എന്ത് ചെയ്യും? ഉപേക്ഷിച്ചു കളയും. അള്ളാഹുവിന് അതിൻ്റെ ആവശ്യമില്ല. അതായത് പടച്ചവനിൽ ഒരാളെ പങ്കു ചേർത്തിട്ട് ആരാധിക്കേണ്ട ഒരു ആവശ്യം പടച്ചവനില്ല. അപ്പോൾ വളരെ ഗുരുതരമായ ഗൗരവത്തോടു കൂടി കാണേണ്ട ഭാഗമാണ് അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. എന്നിട്ട് പറയാം, ഇനി ഈ ഷിർക്ക് ചെയ്യുന്നവരുടെ അവരെ വാദം എന്താ? വല്ലദീന ഇത്തഖദ്, അവരാരെങ്കിലും സമ്മതിക്കോ നമ്മൾ പടച്ചോനിൽ പങ്കു ചേർത്ത് അല്ലെങ്കിൽ പങ്കു ചേർക്കുന്നുണ്ടെന്ന്? ഇല്ല. എന്താ ഒരു പ്രശ്നം? ഓരോ പ്രശ്നമാണ് പറയുന്നത്. വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമേ സഹായികളെ സ്വീകരിച്ചവർ, പടച്ചോന് പുറമെ തങ്ങളുടെ കാര്യങ്ങൾക്ക് ഔലിയ എന്ന് പറഞ്ഞാൽ വലിയ എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ രക്ഷകൻ എന്ന് പറയാം. ഒരാളുടെ എന്ത് കാര്യം ചെന്ന് പറയാൻ പറ്റിയ ആൾ, വലിയ ഒരു രക്ഷാധികാരി എന്നൊക്കെ പറയുന്ന രൂപത്തിൽ. അപ്പോൾ വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറ്റമിത്രം അല്ലെങ്കിൽ പിന്നെ അങ്ങേയറ്റം സഹായിക്കുന്ന ഒരു വ്യക്തി. ചോദിച്ചാൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും അയാളടുത്ത് ചെന്ന് പറയാമെന്നുള്ള രൂപത്തിലുള്ള വ്യക്തിയാണ്. അപ്പോൾ അള്ളാഹ്ക്ക് പുറമെ അങ്ങനെ ചില സഹായികളെ സ്വീകരിച്ച ആൾക്കാർ, അവരുടെ അവസ്ഥ എന്താ? അവർ പറയും, മാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നൊന്നും ഇല്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, പടച്ചവൻ്റെ അടുത്തേക്ക് ഞങ്ങളെ ഒന്ന് അവർ അടുപ്പിച്ച് തരണം, ഞങ്ങളൊന്ന് അവർക്ക് പടച്ചൻ്റെ അടുത്തേക്ക് ഒന്ന് സാമീപ്യം ഉണ്ടാക്കി തന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി അവരെന്ത് ചെയ്യണം? ഷഫാഅത്ത് ചെയ്യണം. ഇവിടെ അള്ളാഹിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ പറയാൻ വേണ്ടിയിട്ട് മാത്രമേ ഞങ്ങൾ അവരായിട്ട് ബന്ധപ്പെടുന്നു. ഞങ്ങൾ അവർക്ക് ഇബാദത്തൊന്നും ചെയ്യുന്നില്ല. ഞങ്ങളാകെ ചെയ്യുന്നത് എന്താ? അവരോട് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പടച്ചോൻ്റെ അടുത്തേക്ക് ഞങ്ങളൊന്ന് അവർ അടുപ്പിച്ച് തരണം, അതിനുള്ളത് ഞങ്ങൾ അവരോട് ചെയ്യുന്നുള്ളൂ. ഈ പറഞ്ഞ് പിന്നെ ഇവിടെ എത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം ഈ കണ്ട എല്ലാത്തിനെയും ആരാധിക്കുന്ന മനുഷ്യന്മാരിൽ നിന്ന് മാറി ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് ആരാണോ അവനെ മാത്രമേ ആരാധിക്കുള്ളൂ എന്ന് പറയാൻ, അല്ലേ? അത് ബിംബങ്ങളില്ല, അല്ലെ പ്രതിഷ്ഠകളില്ല, അതേപോലെ തന്നെ എന്തെങ്കിലും സൃഷ്ടികളെ പൂജിക്കുന്നില്ല, ഒന്നുമില്ല. ആരാണോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ആ സൃഷ്ടാവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. അതാണല്ലോ തൗഹീദ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ പറയാൻ പറ്റുന്നത് പറഞ്ഞാൽ വലിയ പടച്ചോനിൽ നിന്ന് കിട്ടിയ ഒരു മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ ജീവിതത്തിലെ അനുഗ്രഹം. കാരണം എന്താ വെച്ചാൽ അല്ലാത്ത എല്ലാത്തിനെയും മനുഷ്യന്മാർ ആരാധിക്കുന്നുണ്ട്, എല്ലാത്തിനെയും. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഈ എന്താ പറയുക, ഈ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ദൈവിക സിദ്ധി ഉണ്ട്, അല്ലെങ്കിൽ ദൈവങ്ങളായിട്ടൊക്കെ ഈ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ മഹാ ഉടായിപ്പായിരിക്കും. അതായത് അതിൻ്റെ എക്സ്ട്രീമായിരിക്കും. ഒന്നുകിൽ ആളുകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർ, അല്ലെങ്കിൽ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നവർ, അല്ലെങ്കിൽ തലക്ക് വെളിവില്ലാത്തവർ. നിങ്ങളൊന്ന് എടുത്തു നോക്ക്, ആളുകൾ ഈ ദൈവങ്ങളായി കണ്ട് ആരാധിക്കുന്ന ആൾക്കാരെ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ആൾക്കാരെ ചൂഷണം ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ ഈ മനുഷ്യന്മാർ അധികം ആളുകളും ചിന്തിക്കുന്നില്ല. അവർ പറയുന്നത്
പല പദങ്ങളാണ് പറയുക ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. എല്ലാ അരുവികളും ചെന്നെത്തുക കടലിലേക്കല്ലേ എന്നതുപോലെ ഈ ആരാധിച്ചാലും ദൈവത്തിലേക്കാണ് എത്തുക. അങ്ങനെയൊന്നുമല്ല. ദൈവത്തിനെ ആരാധിച്ചാലേ ദൈവത്തിനെ ആരാധിക്കലാവുള്ളൂ. മാത്രം അത് പടച്ചോനല്ലാത്തവരെ ആരാധിച്ചാൽ പടച്ചോനല്ലാത്തവരെ ആരാധിക്കലാണാവുക. ബഹുദൈവാരാധനയാണ്. അത് ഏറ്റവും വലിയ പാപമാണ്. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ആലോചിക്കും, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നൊന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ പ്രപഞ്ച സൃഷ്ടാവിനെയല്ലാതെ ഒരു സൃഷ്ടിയിലെ മനുഷ്യൻ പോയിട്ട് ആരാധിക്കുന്നതിൽ അവൻ നിരത്തുന്ന കാരണത്തിൽ സുപ്രധാന കാരണം എന്താ? സൃഷ്ടാവിലേക്ക് എന്നെ അടുപ്പിക്കാൻ, ആത്മീയമായി ദൈവത്തിലേക്ക് അടുക്കാനുള്ളൊരു മാർഗ്ഗമാണ് ഈ കാണിക്കുന്നതൊക്കെ. ഏത് ജാതികൾ നിങ്ങൾ എടുത്തു നോക്കിയാലും എല്ലാവർക്കും അവസാനം പറയാനുണ്ടാവുക അതാണ്. പക്ഷേ അത് ഏകനായ സൃഷ്ടാവിൽ പങ്കുചേർക്കലാണ്. എന്നിട്ട് പറയാം, ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, എന്നാൽ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നവനാരാ? അത് പടച്ച റബ്ബാണ്, പ്രപഞ്ച സൃഷ്ടാവാണ്. അവൻ നൽകിയിട്ടുള്ള സന്മാർഗമുണ്ട്. ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, അവർ ഇന്ന് ഭിന്നിച്ച് നിൽക്കുന്ന ഏതൊരു കാര്യമുണ്ടോ അതിൽ അവൻ തീർപ്പ് കൽപ്പിക്കുന്നു. അത് ഇങ്ങനെയേ വിശ്വസിക്കാവൂ എന്നത് അവൻ തീർപ്പ് കൽപ്പിച്ച കാര്യമാണ്. അതാണ് വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, നിങ്ങളുടെ രക്ഷിതാവ് അവൻ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു, പ്രപഞ്ചത്തിൻ്റെ ഏകനായ സൃഷ്ടാവിനെയല്ലാതെ അവനെയല്ലാതെ മറ്റൊരാളെയും എന്ത് ചെയ്യാൻ പാടില്ല, ആരാധിക്കാൻ പാടില്ല എന്നുള്ളത് അവൻ തീർപ്പ് കൽപ്പിച്ച കാര്യമാണ്. ഇനി ഈ ഭിന്നിച്ച് നിൽക്കുന്ന കാര്യത്തിൽ മനുഷ്യൻ വിചാരണ ദിവസത്ത് വരുമ്പോൾ അന്നും എന്ത് ചെയ്യും? അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കപ്പെടും. അപ്പം ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, പടച്ച റബ്ബാണ് അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, അവർ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്ന ആ കാര്യത്തിൽ. എന്നിട്ട് പറയാണ്, ആർക്കാണ് സന്മാർഗം നഷ്ടപ്പെടുക? ഇതൊക്കെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി സത്യാന്ന് ബോധ്യപ്പെട്ട് എന്നാലും സ്വീകരിക്കാതെ കളവാക്കി തള്ളിക്കളഞ്ഞു പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് പടച്ച റബ്ബ് ഒരിക്കലും ഹിദായത്ത് കൊടുക്കൂല. ഇന്നല്ലാഹ ലാ യഹ്ദി, പടച്ച റബ്ബ് ഹിദായത്ത് കൊടുക്കുകയില്ല. ആർക്ക്? മൻ ഹുവ കാദിബുൻ, കളവാക്കുന്ന, കളവ് പറയുന്ന വ്യക്തി. കാദിബ് സത്യാന്ന് ബോധ്യപ്പെട്ട് ശോനം ചെയ്യൂല, അംഗീകരിക്കൂല. അറിയാം സത്യമാണ്, മനസ്സിലാക്കി, ഒക്കെ ശരിയാ, അവന് സൃഷ്ടാവിൽ നിന്ന് സന്മാർഗം ലഭിക്കുകയില്ല. അതേപോലത്തെ കഫാർ, കുഫർ, നിഷേധത്തിൻ്റെ അങ്ങേയറ്റം, അതിനാണ് കഫാർ എന്ന് പറയുക. ഒരു കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് നിരന്തരം നിഷേധിക്കുക ആണ് കഫാർ. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ. അതിൻ്റെ വിപരീതം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സത്യം ആഗ്രഹിക്കുന്ന, നേർമാർഗത്തിലാകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ആര് സന്മാർഗം കാണിച്ചു കൊടുക്കും? പ്രപഞ്ച സൃഷ്ടാവ് അവന് സന്മാർഗം കാണിച്ചു കൊടുക്കും. ഒരു മനുഷ്യൻ, ഏതൊരു മനുഷ്യനാവട്ടെ, കാരണം നമ്മളൊക്കെ ആഫ്റ്റർ ഓൾ മനുഷ്യന്മാർ ഭൂമിയിൽ വന്ന് മരിച്ചു പെടുന്ന ആഖിറത്തിലേക്ക് പോകും. അപ്പം ഏതൊരു ബുദ്ധിയുള്ള വിവേകമുള്ള മനുഷ്യനാണോ ആ മനുഷ്യൻ, ഇപ്പം ഖുർആൻ നമുക്ക് മാത്രം ഇറങ്ങിയാണോ? ഒരിക്കലുമല്ല, മുഴുവൻ മനുഷ്യരാശിക്കും ഇറങ്ങിയ അവരോടുള്ള അഭിസംബോധനാണിത്. അപ്പോൾ പടച്ച റബ്ബ് ഹിദായത്ത് നൽകൂല എന്ന് പറഞ്ഞത്, ഒന്ന് കഫാർ, സത്യത്തെ നിഷേധിക്കുന്നവൻ, നിഷേധി. രണ്ടാമത്തത് കാദിബ്, മനസ്സിലായാലും അത് മനസ്സിലാകാത്ത പോലെ നടിക്കുന്ന, കളവാക്കുന്ന വ്യക്തി. ഇവൻ എന്ത് കിട്ടില്ല? ഹിദായത്ത് ലഭിക്കുകയില്ല. എന്നിട്ട് പറയാം, ഇനി ലൗ അറാദല്ലാഹ്, ഇനി ഇപ്പോൾ അള്ളാഹു തആലയിൽ പങ്കു ചേർക്കുന്നവർ വ്യത്യസ്ത രൂപത്തിൽ പങ്കു ചേർക്കുന്നവരുണ്ട്. അതിൽ ദൈവത്തിന് പുത്രനുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ പല കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. ഇന്നും ഇപ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസപ്പെട്ടതാണ് എന്ത്? ദൈവപുത്രൻ എന്നുള്ള ഒരു വിശ്വാസം ഈസാ നബിനെ കുറിച്ചിട്ട്. അപ്പം എന്നാൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവരും ആരുടെ കൂട്ടത്തിലുണ്ട്? ക്രൈസ്തവരുടെ കൂട്ടത്തിലുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈസാ നബിയുടെ മതം, അതായത് ഈസാ നബി പഠിപ്പിച്ച മതം. ഇനി ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ, സൃഷ്ടാവ് അവന് ഒരു മകൻ ഉണ്ടാകണമെന്ന്, അല്ലെങ്കിൽ സൃഷ്ടാവിനൊരു മകനുണ്ടായിരിക്കണമെന്ന് അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ,
ലസ്തഫ മിമ്മാ യഖ്ലുഖു മാ യശാ, അവൻ സൃഷ്ടിച്ചിട്ടുള്ള അസംഖ്യം വരുന്ന സൃഷ്ടികളിൽ നിന്ന് അവൻ ഇഷ്ടമുള്ളതിന് അവൻ തിരഞ്ഞെടുക്കുമായിരുന്നു. സൃഷ്ടാവിനിതൊരു പ്രയാസമുള്ള കാര്യമില്ല. അവനൊരു മകൻ എന്നത് അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ സൃഷ്ടിച്ചിട്ടുള്ളതിൽ നിന്ന് ഇന്നത് എൻ്റെ മകനാണ് എന്ന് അവൻ തിരഞ്ഞെടുക്കുമായിരുന്നു. സുബ്ഹാന, പക്ഷേ അവൻ അപ്രകാരമുള്ള മനുഷ്യൻ സൃഷ്ടാവിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന അത്തരം വാദങ്ങളിൽ നിന്ന് അവൻ എത്ര പരിശുദ്ധനത്രേ. അതാണ് സുബ്ഹാന. അപ്പോൾ പടച്ചവനെ കുറിച്ചിട്ട് ആര് അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്നും പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, തആല അല്ലാഹു അമ്മാ യസിഫൂൻ, സുബ്ഹാനഹു വ തആല അമ്മാ യസിഫൂൻ. അവർ പടച്ച റബ്ബിനെ വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് അവൻ എത്രമാത്രം പരിശുദ്ധനത്രേ. അപ്പോൾ സുബ്ഹാന ഹുവല്ലാഹ്, അവൻ അല്ലാഹ്. അല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകനായ ആരാധ്യൻ എന്നാണ് അർത്ഥം. അല്ലാഹ് അൽ ഇലാഹ് എന്നുള്ളതിൽ നിന്നാണ് അല്ലാഹ് എന്ന പദം ഉണ്ടായത്. പിന്നെ അതിൻ്റെ ആ പദത്തിനുള്ള പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ബഹുവചനമില്ല. അതേപോലെ തന്നെ അതിന് ലിംഗവകഭേദങ്ങളില്ല. അപ്പം അതായത് സ്ത്രീലിംഗം പുല്ലിംഗം അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ, അതേപോലെ തന്നെ ബഹുവചനം അങ്ങനെയുള്ള ഒന്നും അതിനില്ല. ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ഗോഡ് എന്ന് പറഞ്ഞാൽ ഗോഡ്സ് എന്ന് പറയുകയാണെങ്കിൽ ബഹുവചനമുണ്ട്, പക്ഷേ ഇതിനെന്തില്ല, ബഹുവചനം ഇല്ല. മലയാളത്തിലാണ് ഇപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ എന്ന് പറയാം. അള്ളാഹ് എന്നുള്ള പദത്തിന് എന്തില്ല, ബഹുവചനം ഇല്ല. അതാണ് ആ വേർഡിൻ്റെ പ്രത്യേകത. ഹു അല്ലാഹ് അൽ വാഹിദ്. എന്താ അൽ വാഹിദ് എന്ന് പറഞ്ഞാൽ ഏകനായവൻ. അൽ ഖഹാർ, അൽ ഖഹാർ സർവാധിപതി. അതായത് അവൻ്റെ അധികാരത്തിനും പരിധിക്കും ഉള്ളിൽ കീഴ്പ്പെടാത്തതായി ഒന്നും ഇല്ല. ആണ് അൽ ഖഹാർ. പടച്ച റബ്ബിൻ്റെ അധികാര പരിധിക്കുള്ളിലാണ് എല്ലാം, മുഴുവൻ സൃഷ്ടിജാലങ്ങളും. നിങ്ങളൊന്ന് ആലോചിച്ച് എത്ര വലിയ അനുഗ്രഹമാണ്. അങ്ങനെയുള്ളൊരു റബ്ബിനെ ആരാധിക്കാനുള്ള തൗഫീക്ക് ഉണ്ടാവുക. മറ്റുള്ള സൃഷ്ടിജാലങ്ങളെ ആരാധിക്കേണ്ട ഒരു ദയനീയാവസ്ഥ ഇല്ലാതിരിക്കുക. ഒരു മനുഷ്യന് ജീവിക്കുമ്പോൾ തന്നെ എത്ര അന്തസ്സായിട്ട് ജീവിക്കുക. പക്ഷെ മനുഷ്യന്മാർക്ക് എത്ര ഒരു അന്തസ് ഇസ്സത്ത് അതിലുണ്ട്. പക്ഷെ മനുഷ്യൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ എല്ലാ രൂപത്തിലുള്ള വികല വിശ്വാസങ്ങൾക്ക് പുറകെ മനുഷ്യന്മാർ പോകും. അപ്പോൾ ഇതാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ അൽ അസീസ്, അതേപോലെ അൽ വാഹിദ്, അൽ ഖഹാർ തുടങ്ങിയ പദങ്ങൾ അള്ളാഹുവിൻ്റെ സർവമായ ആധിപത്യത്തെയും ശക്തിയെയും സൂചിപ്പിക്കുന്ന പദങ്ങൾ കൂടിയാണ്. അതിലെന്തുണ്ടെന്ന് അറിയോ, നിഷേധികളായ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സൃഷ്ടാവിൻ്റെ വചനങ്ങൾ നിഷേധിക്കുന്നവനായി മാറിയാൽ അതിലവൻ എന്തുണ്ട്, താക്കീത് കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇതാണ് ഈ സൂറത്തു അസ്സുമർ അനിവാര്യമായി നമ്മൾ പഠിക്കുകയും നമ്മളുടെ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതായ ഒരു സൂറത്താണ്. നമുക്ക് ജസ്റ്റ് ഓതി നോക്കിയിട്ട് അവസാനിപ്പിക്കാം.